കർശന ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിൽക്കുമ്പോഴും സംസ്ഥാനത്ത് ഓൺലൈൻ തട്ടിപ്പ് നിർബാധം നടക്കുന്നു. തട്ടിപ്പിലൂടെ കോടികൾ നഷ്ടമാകുമ്പോഴും തിരിച്ചുപിടിക്കാനാകുന്നത് 4-1 മാത്രം. മിക്ക കേസുകളിലും പ്രതികൾ ഇപ്പോഴും കാണാമറയത്താണ്. അരുൺ കൊടുങ്ങൂർ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, നിരന്തരം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണങ്ങളും ബോധവൽക്കരണങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. ഒരു ഫോൺ കോളിന് മുന്നിൽ പോലും ഇതിൻ്റെ പരസ്യമാണ് മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഈ തട്ടിപ്പിനിരയാകുന്നവരുടെ എണ്ണത്തിൽ ഒരു കുറവുമില്ല എന്നുള്ളതാണ്. വിദ്യാസമ്പന്നരായ ആൾക്കാർ തന്നെയാണ് ഈ തട്ടിപ്പിനിരയാകുന്നത്. എന്തുകൊണ്ടാണ്? തീർച്ചയായും ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ്. വിദ്യാസമ്പന്നരായുള്ള ആളുകൾ തന്നെയാണ് ഇതിന് ഏറ്റവും പിന്നിൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പിന് ഇരയാകുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അപകടത്തിലേക്ക്, കേരളത്തെ ഒന്നാകെ ബാധിക്കുന്ന വലിയ ഒരു പ്രശ്നത്തിലേക്ക്, ഒരു സാമ്പത്തികമായി തകർക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവണതയായി തന്നെയാണ് ഈ ഒരു സൈബർ തട്ടിപ്പ് പോകുന്നത്. പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ, അതോടൊപ്പം തന്നെ മുന്നറിയിപ്പുകൾ, അതോടൊപ്പം തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ട് പോലും ഇത്തരത്തിലുള്ള തട്ടിപ്പിലേക്ക് നമ്മുടെ മലയാളികൾ വീണു പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ചെറിയ സംഭവമായി മാത്രം ഇതിനെ ഒതുക്കാൻ കഴിയില്ല. കാരണം കോടികളുടെ ഇടപാടുകളാണ് ഇതിന് പിന്നിൽ ഉണ്ടായിരിക്കുന്നത്. അത് വലിയ രീതിയിലേക്ക് പലരുടെയും ജീവിതം തകർക്കുന്ന രീതിയിലേക്ക്, പലരെയും ആത്മഹത്യയിലേക്ക് നയിക്കുന്ന രീതിയിലേക്കുള്ള ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പായി ആരും ശ്രദ്ധിക്കാത്ത രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. ഓരോ ദിവസവും ഇത്തരത്തിലുള്ള തട്ടിപ്പിന്റെ നിരവധി വാർത്തകൾ നമുക്ക് മുന്നോട്ട് വരുമ്പോഴും ഇത് എങ്ങനെ തടയുമെന്ന് ഇതുവരെയും അറിയാത്ത ഒരു അവസ്ഥയിലാണ് നമ്മുടെ സംവിധാനങ്ങളൊക്കെ തന്നെ. ഈ സൈബർ പോലീസും സംസ്ഥാന പോലീസും ഒക്കെ തന്നെ ഈ കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കാര്യമായ ഒരു ഇടപെടലും ഇവർക്ക് നടത്താൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതനുസരിച്ചുള്ള കൃത്യമായുള്ള ഒരു പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ഇനിയും തട്ടിപ്പിലേക്ക് ആരും എത്താതിരിക്കാനുള്ള ഒരു സംവിധാനങ്ങൾ, അങ്ങനെ ഒരു ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് എത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം അത്ര വലിയ ഭീമമായ രീതിയിലേക്ക് സമൂഹം ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക്, അതോടൊപ്പം തന്നെ കേരളത്തെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനം വേണം എന്നുള്ള ഒരു ആശയം, അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത നമ്മളിങ്ങനെ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. ലക്ഷങ്ങളും കോടികളുമാണ് ഓരോ തട്ടിപ്പിലൂടെ ഇങ്ങനെ നഷ്ടമാകുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഈ നഷ്ടമാകുന്ന തുക തിരിച്ചു പിടിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന കണക്ക് പ്രകാരം ഇത്തരത്തിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട്, അതിനെതിരെ നടപടി എടുക്കുന്നുണ്ട്. പക്ഷേ 4-1 പണം മാത്രമാണ് ഇതുവരെയും തിരിച്ചെടുക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ അന്യ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് കൂടുതലും തട്ടിപ്പ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ കുറേയധികം ആളുകൾക്കും ഇതിൽ പങ്കുണ്ട്. പക്ഷേ ഇവരെ ഒന്നും തന്നെ കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരവസ്ഥ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് സുരക്ഷിതമായി ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുക, ലക്ഷങ്ങളും കോടികളും 5-10 മിനിറ്റ് കൊണ്ട് സമ്പാദിക്കാമെന്നുള്ള ഒരു കാര്യമുള്ളത് തന്നെ ഇത്തരത്തിൽ ഈ തട്ടിപ്പിലേക്ക് ആളുകളെ നയിക്കുന്ന ഒരു സംഘത്തിന്റെ വലിയ ഒരു ഇടപെടൽ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കോടികളുടെ ഒരു തട്ടിപ്പ്, പലരുടെയും ജീവിതം ഇല്ലാതാക്കി, ആയുസ്സിലുണ്ടാക്കിയ സമ്പാദ്യങ്ങളൊക്കെയും ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു ക്രൂരമായ ഒരു തട്ടിപ്പ് എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. അടിയന്തരമായ ഒരു ഇടപെടൽ അത് സർക്കാർ തലത്തിൽ തന്നെ ഉണ്ടാകേണ്ട ഒരു സംവിധാനം തന്നെയാണ്. ഇപ്പോൾ നിലവിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്, അതോടൊപ്പം തന്നെ കൃത്യമായ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സംവിധാനമായി ഈ ഓൺലൈൻ തട്ടിപ്പിനെതിരെ, ഈ ലഹരി പോലെ തന്നെ ഈ ഓൺലൈൻ തട്ടിപ്പിനെതിരെയും വലിയ രീതിയിലുള്ള ഒരു ആളുകളിൽ ബോധവൽക്കരണം അടക്കം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. രോഹിണി. അതെ, ശരി. അരുൺ കൊടുങ്ങൂറാണ് വിവരങ്ങൾ നൽകിയത്.